നമസ്കാരം. കഴിഞ്ഞ 72 ദിവസങ്ങളിൽ പലപ്പോഴായി എന്ന് മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും പ്രേക്ഷകർ എന്നും ചോദിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ് ഷിരൂരിൽ കാണാതായ അർജുൻ എവിടെ എന്ന ചോദ്യം. അതിൽ ഒരുപക്ഷെ ഗുഡ് നൈറ്റ് ഷോയിലും അടക്കം ഒരുപാട് തവണ നമ്മൾ അർജുൻ്റെ കാര്യം പങ്കുവച്ചതാണ്. ഇന്ന് 72-ാം ദിവസം, കാണാതായ 72-ാം ദിവസം ഷിരൂർ മണ്ണിടിച്ചിലിൽ പൊലിഞ്ഞുപോയ അല്ലെങ്കിൽ കാണാതായി മാറിയ കാണാമറയത്തായ അർജുൻ്റെ മൃതദേഹവും ലോറിയും കണ്ടെത്തിയ ദിവസമാണിന്ന്. ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് ആ ലോറി ഇന്ന് ഉയർത്തിയത്. ലോറിയുടെ ക്യാബിനിൽ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹ ഭാഗങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി. കാത്തിരിപ്പുകൾ ഫലം കണ്ടില്ല. അർജുൻ തിരികെ വന്നതുമില്ല. എങ്കിലും എണ്ണിക്കാത്തിരുന്ന ദിവസങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയതിന്റെ നേരിയ സമാധാനമുണ്ട് അർജുന്റെ പ്രിയപ്പെട്ടവർക്ക്. ഗംഗാവലിപ്പുഴയിൽ ഇന്നലെയും ഇന്നുമായി നടത്തിയ തിരച്ചിൽ ഏറെ നിർണായകമായിരുന്നു. നേവി അടയാളപ്പെടുത്തിയ കോൺടാക്ട് പോയിന്റ് 2-ൽ അർജുന്റെ ലോറിയുണ്ടെന്ന് സ്കൂബ ഡൈവേഴ്സ് ഇന്നലെ ഏറെക്കുറെ ഉറപ്പിച്ചതാണ്. ഈ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് തിരച്ചിൽ. 12 മീറ്റർ താഴ്ചയിൽ നിന്നാണ് ക്രെയിൻ ഉപയോഗിച്ച് അർജുന്റെ ലോറി ഉയർത്തിയത്. ലോറിയുടെ ക്യാബിനിൽ മൃതദേഹ ഭാഗങ്ങളുണ്ടായിരുന്നു. മൃതദേഹം അർജുന്റേതാണെന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. വണ്ടിയിൽ അർജുനുണ്ട്, വണ്ടി നമ്മളതാണ്, കണ്ടെത്തി. ഇത് എത്രയോ കാലായിട്ട് എല്ലാരോടും പറയുന്നുണ്ട് ആ വണ്ടിന്റെ ഉള്ളിൽ അർജുനുണ്ട്, വണ്ടിന്റെ ഉള്ളിൽ നിന്ന് എവിടെയും പോകില്ല അർജുന്. മൃതദേഹവും ലോറിയും പുറത്തെടുക്കുമ്പോൾ അർജുന്റെ ബന്ധു ജിതിനും പുഴയുടെ തീരത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവനെ വേണ്ടിയിട്ട് അവസാനം വരെ പോരാടുന്നില്ലേ. ഇപ്പം എല്ലാവർക്കുള്ളൊരു ഉത്തരം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വണ്ടി ലഭിച്ചു കഴിഞ്ഞു. എല്ലാ വിവാദങ്ങൾക്കുള്ളൊരു ഉത്തരം തന്നെയാണ്. കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അർജുൻ തിരിച്ചു വരില്ല എന്നുള്ളത് ഞങ്ങൾ കരുതിയത് തന്നെയായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു അവശേഷിപ്പ് ഞങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. മൃതദേഹ ഭാഗങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കും. മൃതദേഹം അർജുന്റേതാണെന്ന് ഉറപ്പിക്കാൻ DNA പരിശോധനയും നടത്തും. ദൗത്യവുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദിയെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ 24-നോട്. Now we got the body and we got the truck. Body, if administration and police department should take the action. And first of all, I will thankful to you people from Kerala, all media people. ഏറെ ശ്രമകരമായാണ് പുഴയിൽ നിന്ന് ലോറി കരക്കെത്തിച്ചത്. അർജുന് വേണ്ടി കാത്തിരുന്നവരുടെ ഉള്ളുപോലെ അശാന്തമായിരുന്നു ഗംഗാവലിപ്പുഴയും. ഇപ്പോൾ ശാന്തമായ ഒഴുക്ക്. അർജുന്റെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ നിറയുന്നതും ഇതുപോലെ ഭാരമേറിയ ശാന്തതയാകും. ടീം 24 ഷിരൂർ. ഈ മണ്ണിടിച്ചിലുണ്ടായ ആ ദിവസം തൊട്ട് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പതിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ആ മണ്ണിടിച്ചിൽ സംഭവിച്ച് ആ ലോറി കാണാതെ അല്ലെങ്കിൽ ആ ട്രക്ക് കാണാതായ അന്നു തൊട്ട് അവിടേക്ക് പോയ ആ ലോറിയുടെ മനാഫാണ്. അല്ലെ, മനാഫ് ഒരുപാട് തവണ നമ്മുടെ പോലീസിന്റെ അടിവരെ കൊള്ളേണ്ടി വന്നിട്ടുണ്ട്. ലോറി ഉടമയായിട്ട് പോലും അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു ക്രമീകരണമൊന്നും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. അവിടെ ഒരു ലോറി ഡ്രൈവർ അല്ലേ, എന്തിനാണ് ഇത്രയധികം തിരയുന്നതെന്നാണ് ആദ്യ ഘട്ടത്തിൽ കർണാടക പോലീസ് ചോദിച്ചത്. അതൊക്കെ പ്രേക്ഷകർ മറക്കാനും വഴിയില്ല. എന്തായാലും അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയതിന്റെ ഒരു സമാധാനമുണ്ടെന്ന് ലോറി ഉടമ മനാഫ് പറഞ്ഞു. വാഹനത്തിന്റെ ക്യാബിനിൽ അർജുൻ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. പലരും പരിഹസിച്ചപ്പോഴും പോരാടിയത് അർജുന്റെ കുടുംബത്തിന് നൽകിയ വാക്ക് പാലിക്കാനായിരുന്നുവെന്നും മനാഫ് ഇന്ന് 24-നോട് പ്രതികരിച്ചു. ഇതിലൂടെ സന്തോഷം എന്തായാലും എനിക്കില്ല, കിട്ടിയതിൽ സമാധാനമുണ്ട്. കാരണം ഓരോ ദിവസവും മെനക്കെട്ട വിഷയമാണ്. കിട്ടണം മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് 7 ദിവസമായി. ഇത് ഏതായാലും കിട്ടിയല്ലോ. ഒന്ന് കുറേ ആളിനെ വിമർശിച്ചിരുന്നു. ഓല് കാണട്ടെ ഇതിൻ്റെ ഉള്ളിൽ ചന്ദനുണ്ടോ, ഓനെ കൊണ്ടുപോയി എവിടെ കൊന്നോ ഒക്കെ നോക്കട്ടെ. എന്നിട്ട് കുറേ ചാനലുകാരുണ്ട്, ഓരോ പിന്നിൽ ഞാൻ എന്തായാലും പോവും. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരിക്കുന്നു ഈ വിഷയത്തിൽ. ഒരാൾ ഒരു വിഷയത്തിന് ഉറച്ച് തുനിഞ്ഞിറങ്ങിയാൽ അതിൻ്റെ റിസൾട്ടാണിത്. എത്ര ആളിന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി, പിന്തിരിയൂല. അങ്ങനത്തെ ആ കൂട്ടത്തിൽ പെട്ടതല്ല. ഇനിയെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്ന് കൊടുക്കുക, പരിഹസിക്കരുത്. എനിക്കതാ പറയാനുള്ളത്. പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുത്. എത്ര അനുഭവിച്ച് ഇതിൻ്റെ പിന്നിൽ പണം പോട്ടെ, പക്ഷെ എന്താ പറഞ്ഞാൽ മനസ്സ് മടുത്തോയാൽ പോവും. അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. ഓൻ്റെ വീട്ടിൽ ഓൻ്റെ മോൻക്ക്, ഓൻ്റെ ഭാര്യക്ക്, അച്ഛന്, അമ്മക്ക്, എല്ലാവർക്കും, പെങ്ങന്മാർക്ക് എല്ലാവർക്കും ഒരു ഉത്തരാവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. കാരണം
ജീവിതകാലം മുഴുവൻ ഓനെ കാണാതായും കൊണ്ട് ഓർക്കും ജീവിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും വിധി എന്തായാലും അവനെന്തായാലും ജീവനോടെ വെക്കില്ല എന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും ഓൻ്റെ ഭാഗം കൊണ്ടുപോയി കൊടുക്കൽ ആവശ്യമാണ്. ഇത്ര ആത്മാർത്ഥതയോടെയാണ് മനാഫ് ഇക്കാര്യങ്ങൾ പറയുന്നതെന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. പലപ്പോഴും പല കോണുകളിൽ നിന്ന് മനാഫിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു മനാഫിനെതിരെ ഉയർന്നിരുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുപാട് പരിഹാസശരങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാൾ കൂടിയാണ് മനാഫ്. അത് ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായത് അദ്ദേഹത്തിന് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള, അതായത് അർജുനെ മനാഫ് കൊണ്ടുപോയി കൊലപ്പെടുത്തുകയാണെന്നടക്കമുള്ള അത്തരം വളരെ നിഷ്ഠുരമായിട്ടുള്ള ആരോപണങ്ങൾ പോലും മനാഫിനെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ അതിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സങ്കടമാണ് ഇന്നിപ്പോൾ ആ മൃതദേഹം കിട്ടിയ ശേഷം ആ പ്രതികരണത്തിലൂടെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രതികരണം ഈ രീതിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ നൽകിയതും ഈ സമയത്ത്. മണ്ണിടിഞ്ഞ് വീണ് രക്ഷാദൗത്യം ദുഷ്കരമായതായിരുന്നു ആദ്യ നാളുകൾ. അതിവേഗത്തിൽ രക്ഷാദൗത്യത്തിൽ രൗദ്രഭാവത്തിലായിരുന്നു ഗംഗാവലി പുഴ ഒഴുകിയത്. പുഴയുടെ അടിത്തട്ടിൽ നിറഞ്ഞ കല്ലും മണ്ണും മരവും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചാണ് ഷിരൂരിൽ ദിവസങ്ങളോളം തെരച്ചിൽ നടത്തിയത്. അപ്പോൾ ആ ദൗത്യത്തിൻ്റെ നാൾവഴികളിലേക്ക് ഒരിക്കൽ കൂടി. ജൂലൈ 16 രാവിലെ 8:30 ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോളയ്ക്കടുത്ത് ഷിരൂരിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും. ഷിരൂരിലെ വലിയ മല മുഴുവനായി താഴേക്ക് പതിച്ചു. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ ട്രക്കുമായി കാണാതായെന്ന് കുടുംബം പരാതി നൽകി. ബെൽഗാമിൽ നിന്ന് അക്കേഷ്യ മരങ്ങൾ കയറ്റിക്കൊണ്ടുവരികയായിരുന്നു അർജുൻ. കർണാടക സർക്കാരിന്റെ തെരച്ചിൽ പേരിന് മാത്രമെന്ന് കുടുംബം പരാതിപ്പെട്ടു. കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത നൽകിയതോടെ സംസ്ഥാന സർക്കാർ ഇടപെട്ടു. തെരച്ചിൽ നടത്താൻ കർണാടക ഭരണകൂടം തയ്യാറായി. കർണാടക പോലീസും ദേശീയ ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും തെരച്ചിൽ ഊർജിതമാക്കി. ജൂലൈ 19 നാവികസേനയും 20 റേഡാർ സംഘവും എത്തി. റേഡാർ ഉപയോഗിച്ചുള്ള ഭൂഗർഭ സ്കാനിംഗ് ജൂലൈ 20 നടന്നു. അർജുൻ ഉൾപ്പെടെ 3 പേർ കാണാമറയത്ത്. രക്ഷാപ്രവർത്തനത്തിന് സൈന്യം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ഇടപെടൽ വേണമെന്ന് സുപ്രീം കോടതിയിലും ഹർജി നൽകി. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും സംഘം ഷിരൂരിലെത്തി. കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചു. തുടക്കം മുതൽ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ നടത്തിയ ഇടപെടൽ നിർണായകമായി. കാർവാർ SP-യും കളക്ടറും നിർദ്ദേശങ്ങൾ നൽകാൻ സജീവമായി ഇടപെട്ടു. സൈന്യത്തിൽ നിന്നുള്ള ഒരു സംഘം ഉദ്യോഗസ്ഥർ ജൂലൈ 21 ഷിരൂരിലെത്തിയെങ്കിലും തെരച്ചിൽ വിജയം കണ്ടില്ല. പലപ്പോഴും കനത്ത കാറ്റും മഴയും രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി. 22 കരയിലും ഗംഗാവലി പുഴയിലും തെരച്ചിൽ. ലോറി കരയിലില്ലെന്ന് കണ്ടെത്തി. ഡീപ് സെർച്ച് ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള തെരച്ചിലിലായിരുന്നു സ്ഥിരീകരണം. ഐബോർഡ്, സോണാർ സംവിധാനവും തെരച്ചിലിന് എത്തിച്ചു. റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രബാലന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു തെരച്ചിൽ. തുടർന്ന് ലോറിയുടെ ഭാഗങ്ങൾ പുഴയിൽ കണ്ടെത്തിയെന്ന് കർണാടക റവന്യൂ മന്ത്രി സ്ഥിരീകരിച്ചു. നദീതീരത്തെ മണ്ണ് ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് നീക്കം ചെയ്തെങ്കിലും ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തീരത്തുനിന്ന് 132 മീറ്റർ അകലെയാണ് ലോറിയെന്ന് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തി. സോണാർ പരിശോധനയിൽ ലോഹഭാഗങ്ങളും കണ്ടെത്തി. മോശം കാലാവസ്ഥയും ശക്തമായ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും സംഘവും എത്തി. 8 തവണ മുങ്ങിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ജൂലൈ 28 13-ാം ദിവസവും തെരച്ചിൽ പരാജയപ്പെട്ടതോടെ കൂടുതൽ യന്ത്രങ്ങൾ വരുന്നതുവരെ പരിശോധന നിർത്തിവെക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചു. ഒരാഴ്ച തെരച്ചിൽ നടന്നില്ല. പരിശോധന തുടരണമെന്ന് കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും കാലാവസ്ഥ പ്രതികൂലമെന്ന് സർക്കാർ അറിയിച്ചു. ഓഗസ്റ്റ് 14 തെരച്ചിൽ പുനരാരംഭിച്ചു. ഈശ്വർ മാൽപ്പയും നേവിയും തെരച്ചിലിനിറങ്ങി. ചില നിർണായക സൂചനകൾ ലഭിച്ചു. പിന്നീട് നിർത്തിവെച്ച തെരച്ചിൽ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ചതോടെയാണ് ഈ മാസം 20 പുനരാരംഭിച്ചത്. തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ചില ഭാഗങ്ങളും തടിക്കഷണങ്ങളും കണ്ടെത്തി. വിവിധ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ഒടുവിൽ കരയിൽ നിന്ന് 65 മീറ്റർ അകലെ ഗംഗാവലി പുഴയുടെ 12 മീറ്റർ ആഴത്തിൽ നിന്ന് അർജുന്റെ ട്രക്കും മൃതദേഹവും കണ്ടെത്തി. അപകടം നടന്നതിന്റെ 72-ാം നാൾ. റിസർച്ച് ഡെസ്ക് 24.
എന്നിരുന്നാലും ഈ ദൗത്യത്തിന്റെ പല ഘട്ടങ്ങളിലായി നമ്മൾ കണ്ടതാണ് പലതരം യന്ത്ര സാമഗ്രികൾ എത്തിക്കുന്നത്. ടെക്നോളജിയിലൂടെ തന്നെയാണ് ഈ 4 പ്രധാനപ്പെട്ട കോൺടാക്ട് പോയിന്റുകൾ CP1, CP2, CP3, CP4 ഇങ്ങനെ 4 കോൺടാക്ട് പോയിന്റുകൾ കിട്ടിയത്. അതിലൊക്കെ റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രപാലിൻ്റെയൊക്കെ പങ്ക് അത് എടുത്തു പറയേണ്ടതാണ്. കൃത്യമായി അത് അടയാളപ്പെടുത്തുന്നു. അവിടെയാണ് ലോക സാന്നിധ്യം കൂടുതലുള്ളത്. അതൊക്കെ നമ്മുടെ ടെക്നോളജിയുടെ കൂടി ഒരു മികവിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ ദൗത്യമൊക്കെ തന്നെ. അങ്ങനെയാണത് കണ്ടെത്തിയത്. അതിൽ CP2 എന്ന് പറയുന്ന കോൺടാക്ട് പോയിന്റ് 2-ൽ വെച്ചാണ് ഇപ്പോൾ ഈ ട്രക്കും അർജുൻ്റെ ഈ ബോഡിയും ഒക്കെ കണ്ടെടുത്തത് എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ കൂടി നമ്മൾ വിസ്മരിക്കരുത്. മാത്രമല്ല പ്രജിൻ, അതൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും നമ്മൾ പല വാർത്തകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഇത്രയും നാൾ. പക്ഷേ ഇതുപോലൊരു വാർത്തയിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടില്ല. ഇതുപോലെ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, അതിന് വേണ്ടിയിട്ടുള്ള ഈ നീണ്ട കാത്തിരിപ്പ്, അതായത് 72 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ കാലയളവല്ല. അപ്പോൾ അതിൽ പ്രേക്ഷകരുടെ ആ ഒരു പങ്കും അതെടുത്ത് പറയേണ്ടത് കൂടിയാണ്. എല്ലാവരുടെയും ആ പ്രാർത്ഥന നിഷ്ഫലമാക്കിക്കൊണ്ടാണ് ഇന്ന് തീർച്ചയായിട്ടും തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിലൊന്നും നമ്മൾക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഇപ്പോൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്ന തരത്തിലൊരു റിപ്പോർട്ടാണെന്നുള്ളത് കുടുംബത്തെ സംബന്ധിച്ച് അതൊരു ആശ്വാസമാണ്, എവിടെ പോയി എന്നറിയാതെ ബുദ്ധിമുട്ടുന്നതിൽ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ 2 വാർത്ത തന്നെയാണ്, ഈ പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇന്ന് ഉടനീളം നമ്മൾ കൂടുതൽ നേരം സംപ്രേഷണം ചെയ്തതും. എല്ലാ മാധ്യമങ്ങളും ഈ വാർത്തയിൽ തന്നെയായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇത്രമാത്രം ഒരു മലയാളികൾ അന്വേഷിച്ച ഒരു കാര്യം ആയതുകൊണ്ട് തന്നെയാണ് അതിന് ആ വാർത്താ പ്രാധാന്യം കിട്ടിയത്. പക്ഷേ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. എന്നും പറയുന്നത് പോലെ തുടക്കത്തിൽ നമ്മൾ പറയുന്ന കാര്യമാണ്. ഇന്ന് പാട്ടൊന്നും തുടക്കത്തിൽ ഉണ്ടായില്ല, പക്ഷേ ഒടുക്കത്തിലേക്ക് വരുമ്പോൾ പാട്ടൊക്കെ ഉണ്ടാകും. അത് പ്രേക്ഷകർക്ക് ഉറപ്പ് വരുന്നു. അപ്പോൾ ഇതാ പറഞ്ഞു വരുന്നത് നമ്മുടെ ഷോയാണ്, അത് മറക്കരുതെന്ന കാര്യമാണ്. നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരാൻ പോകുന്നു നമ്മുടെ കോഡ്, QR കോഡ്. അത് സ്കാൻ ചെയ്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നമ്മുടെ സ്ക്രീനിലേക്ക് നേരിട്ടെത്താം. അപ്പോൾ നിങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളൊക്കെ അറിയാൻ കാത്തിരിക്കുന്നു. നമ്മുടെ മലയാളികളൊക്കെ ഒന്ന് കാണട്ടെ, കേൾക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് തന്നെ കോഡ് സ്കാൻ ചെയ്ത് വിളിച്ചു തുടങ്ങുക മൊബൈൽ ഫോണിൽ. ഇനിയിപ്പോൾ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നേരെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും പോകുക. അവിടെ 24-ന്റെ പേജിൽ ഈ QR കോഡ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും സ്കാൻ ചെയ്യാം, എന്നിട്ട് നമ്മളെ വിളിക്കാം. കാത്തിരിക്കുകയാണ്. നല്ല നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്തിരുന്ന് വേണം വിളിക്കാൻ. നല്ല വെളിച്ചം വേണം. ഒപ്പം തന്നെ TV മ്യൂട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകൾ കൂടി വളരെ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടി നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചു എന്ന വാർത്ത അല്പസമയം മുൻപാണ് പുറത്തുവന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ അതിജീവിത സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയും നൽകിയിട്ടുണ്ട്. ഇടക്കാല ഉത്തരവിന് മുൻപ് വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്സ് രഞ്ജിത റോഹ്തക്കിയാണ് സിദ്ദിഖിനായി സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അടിയന്തരമായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ രാവിലെ കത്തു നൽകും. അതിജീവിത പരാതി നൽകാൻ വൈകിയതും സിദ്ദിഖിനെതിരെ മറ്റു കേസുകളോ ക്രിമിനൽ പശ്ചാത്തലമോ ഇല്ലെന്നും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. മുൻ അറ്റോർണി ജനറലും മുതിർന്ന അഭിഭാഷകനുമായ മുകുൾ റോഹ്തക്കി സിദ്ദിഖിനായി സുപ്രീം കോടതിയിൽ ഹാജരാകും. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ അതിജീവിത തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. തന്റെ ഭാഗം കൂടി കേൾക്കാതെ ഇടക്കാല ജാമ്യാപേക്ഷയിൽ തീരുമാനം എടുക്കരുതെന്നാണ് പരാതിക്കാരുടെ ആവശ്യം. പ്രമുഖ അഭിഭാഷക വൃന്ദ ഗ്രോവർ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാകുമെന്നാണ് റിപ്പോർട്ട്. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയ്ക്കെതിരെ സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ ഹർജി നൽകി. സംസ്ഥാനത്തിന് വേണ്ടി മുൻ സോളിസിറ്റർ ജനറലും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ രഞ്ജിത് കുമാർ ഹാജരാകും. 24 ഡൽഹി. ഇതിനോട് ചേർത്ത് വെക്കാവുന്ന മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് പ്രജൻ. സിദ്ദിഖിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന വാർത്തയാണ്. സിദ്ദിഖ് ഒളിവിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടില്ല. സംസ്ഥാനം കടന്നു പോയിട്ടുണ്ട്, കർണാടകയിലേക്ക് കടന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഈ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എല്ലാ സംസ്ഥാന പോലീസ് മേധാവികൾക്കും നോട്ടീസ് അയച്ചു നൽകിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് അല്ലേ? അതേ, ഫോട്ടോ സഹിതം എല്ലാ സ്റ്റേഷനിലും പതിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട്. അഖിൽ ഷാ, സിദ്ദിഖിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഈ സാഹചര്യത്തിൽ പോലീസിന്റെ ഈ നടപടി ഇതൊരു സ്വാഭാവിക നടപടി എന്നതിനപ്പുറം മറ്റെന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെടുത്തി പറയാനാവുക? പ്രജിൻ, പ്രവിത, നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസം മുതൽ ഈ സിദ്ദീഖിനായുള്ള അന്വേഷണം, സിദ്ദീഖിനെ കണ്ടെത്താനായിട്ടുള്ള പല നടപടികളും പോലീസ് സ്വീകരിച്ചു വരികയാണ്. പക്ഷേ ഇതുവരെ സിദ്ദീഖിനെ ഏതെങ്കിലും തരത്തിൽ ട്രേസ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇന്നാണ് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് സിദ്ദീഖ് സമീപിക്കുകയും ചെയ്തിരുന്നത്. അതായത് ഈ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാമെന്നുള്ള കാര്യമൊക്കെ സുപ്രീം കോടതിയെയും അറിയിച്ചിരുന്നു. എന്തായാലും കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിന് ഒരു തെരച്ചിലിന് പോലീസ് ഒരുങ്ങുകയാണ്. അതിന്റെ ഭാഗമായാണ് വീണ്ടും ഒരു ലുക്കൌട്ട് നോട്ടീസ് കൂടി സിദ്ദീഖിനെതിരെ പോലീസ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. എല്ലാ സംസ്ഥാന പോലീസ് മേധാവിമാർക്കും ഈ നോട്ടീസ് നിലവിൽ അയച്ചിട്ടുണ്ട്. ഒപ്പം ഈ ജില്ലാ പോലീസ് മേധാവികൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും
ഈ ലുക്കൌട്ട് നോട്ടീസ് പതിപ്പിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ നിലവിൽ പോലീസിന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം സിദ്ദീഖ് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ള സൂചന പോലീസിന് ഈ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കുറച്ചുകൂടി വിപുലമായ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. എന്തായാലും മുഴുവൻ പോലീസ് മേധാവികൾക്കും ഈ ലുക്കൌട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഒപ്പം മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ഇത് പതിപ്പിക്കാനുള്ള നിർദ്ദേശവും നിലവിൽ നൽകിയിട്ടുണ്ട്. ശരി, അഖിൽ ഷാൻസാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലൈംഗിക പീഡന പരാതിയിൽ നടൻ ഇടവേള ബാബുവിനെ അറസ്റ്റ് ചെയ്തു. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടി. മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ ഇടവേള ബാബുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. രാവിലെ 10 മണിയോടെ കൊച്ചി തീരദേശ പോലീസ് ആസ്ഥാനത്താണ് അഭിഭാഷകനുമൊത്ത് ഇടവേള ബാബു ചോദ്യം ചെയ്യലിന് ഹാജരായത്. 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയാണ് ഇടവേള ബാബുവിനെ വിട്ടയച്ചത്. അമ്മ സംഘടനയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ആലുവ സ്വദേശിയായ നടിയെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് ഇടവേള ബാബുവിനെതിരായ കേസ്. കേസിൽ നേരത്തെ അഡീഷണൽ സെഷൻസ് കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു. ഇന്നലെ എം മുകേഷ് MLA ഏർപ്പെടുത്തിയതിന് സമാനമായ ജാമ്യവ്യവസ്ഥയാണ് ഇടവേള ബാബുവിനുമുള്ളത്. 24 കൊച്ചി. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് പെട്ടെന്ന് പോകാം. ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നത് നമ്മുടെ അർജുൻ്റെ വാർത്തയെക്കുറിച്ച് തന്നെയാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് വിഫലമാവുന്ന രീതിയിൽ ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും മനുഷ്യർ ബാക്കിയുണ്ട്, മനുഷ്യത്വവും ബാക്കിയുണ്ട് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പലരും ഇവിടെ കുറിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതാ ആരിഫ് AP കളത്തൂർ മറ്റൊരു കാര്യം പറയുന്നു. വിദ്യാർത്ഥികൾക്ക് വാഗ്ദാനം നൽകി വരുന്ന സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ടോ? അത് മാധ്യമങ്ങൾ കണ്ടെത്തിയാൽ വളരെയധികം ഉപകാരമാകും എന്ന് ആരിഫ് AP കളത്തൂർ പറയുന്നുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങൾ പലരും നിരത്തുന്നുണ്ട്. മറ്റൊന്ന് തോമസ് കുട്ടി കലഞ്ഞൂർ പറയുന്നു, അർജുൻ നമ്മുടെ ആരുമല്ലെങ്കിലും ഒരു സ്വന്തം സഹോദരൻ്റെ വേർപാട് പോലെ തോന്നുന്നു എന്ന് അർജുനെ സ്മരിക്കുകയാണ് തോമസ് കുട്ടി കലഞ്ഞൂർ. അല്ലമീൻ പറഞ്ഞ കാര്യമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. മനുഷ്യർ ബാക്കിയുണ്ട്, മനുഷ്യത്വവും ബാക്കിയുണ്ട്, ആത്മാർത്ഥ സൗഹൃദത്തിൻ്റെ തിരികളും ബാക്കിയുണ്ട്. നന്ദി മനോഫ് എന്ന് അല്ലമീൻ തങ്ങൾപ്പടി മനോഫിനുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ. അതെ, നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം വളരെ വേഗം. അത് കുറച്ചൊരു ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഇത്തരം വാർത്തകൾക്കിടയിൽ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. ദുലീപ് ട്രോഫി ക്രിക്കറ്റിലെ ഉജ്ജ്വല പ്രകടനത്തിന് പിന്നാലെ ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടമുറപ്പിച്ചിരിക്കുകയാണ് മലയാളി താരം സഞ്ജു സാംസൺ. ഒക്ടോബർ 6 മുതലാണ് 3 മത്സരങ്ങളടങ്ങിയ പരമ്പര. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പരയിൽ തുടരെ 2 മത്സരങ്ങളിൽ 0-ന് പുറത്തായതോടെ ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജു സാംസൺ വീണ്ടും പുറത്താവുമോ എന്നതായിരുന്നു ആരാധകരുടെ ആശങ്ക. ദിലീപ് ട്രോഫിക്കുള്ള ടീമുകളിലും സഞ്ജുവിന് ആദ്യം ഇടമുണ്ടായിരുന്നില്ല. ഇഷാൻ കിഷന് പരിക്കേറ്റതോടെ കിട്ടിയ അവസരം സഞ്ജു ശരിക്കും മുതലെടുത്തു. 4 ഇന്നിംഗ്സുകളിൽ അടിച്ചുകൂട്ടിയത് 1 സെഞ്ചുറി അടക്കം 196 റൺസ്. ഇതിലൂടെ ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പരയ്ക്കുള്ള ടീമിലും സഞ്ജു ഇടമുറപ്പിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസിലാൻഡിനും ഓസ്ട്രേലിയക്കുമെതിരായ ടെസ്റ്റ് പരമ്പരകൾ മുന്നിലുള്ളതിനാൽ ലോകകപ്പ് ടീമിലെ മുഖ്യ വിക്കറ്റ് കീപ്പറായിരുന്ന ഋഷഭ് പന്തിന് 2020-യിൽ നിന്ന് വിശ്രമം നൽകും. ഇതോടെ സഞ്ജു തന്നെയാകും 1ാം വിക്കറ്റ് കീപ്പർ. ബുച്ചി ബാബു ട്രോഫിയിലും ദിലീപ് ട്രോഫിയിലും സെഞ്ചുറി നേടിയെങ്കിലും ഇഷാൻ കിഷനെ പരിഗണിച്ചേക്കില്ല. ഇഷാനെ ഇറാനി ട്രോഫിക്കുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിലാകും ഉൾപ്പെടുത്തുക. ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാനുള്ള നിർദ്ദേശം ലംഘിച്ചതിന്റെ പേരിൽ BCCI കരാറിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇഷാന് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കൂടുതൽ കളിച്ചാലേ ഇന്ത്യൻ ടീമിലേക്ക് ഇനിയൊരു മടങ്ങിവരവ് ഉണ്ടാകൂ. ഒക്ടോബർ 6, 9, 12 തീയതികളിലാണ് ബംഗ്ലാദേശിനെതിരായ 2020 മത്സരങ്ങൾ. സ്പോർട്സ് ഡെസ്ക് 24. നമ്മുടെ കമന്റ് ബോക്സിലേക്ക് ഒരുപാട് പേര് പറയുന്നു ഉറക്കം വരുന്നുണ്ട്, ഈ 10:45-ന് തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല, മൊത്തം കണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ടൈം മാറിയ കാര്യം പലരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. 10:45-നാണ് നമ്മുടെ ഗുഡ് നൈഷയുടെ പുതിയ ടൈം. 10:45 മുതൽ 11:30 വരെ. അപ്പോൾ ഇന്നിനി ഉറക്കം ഇളിച്ചിരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതാ അടുത്ത വാർത്ത സമ്മാനിക്കുകയാണ്. പ്രത്യേകിച്ചും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറക്കാതിരുന്നോളൂ. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ ജൈത്രയാത്ര തുടരാൻ ബാഴ്സലോണ ഇന്നിറങ്ങും. യൂറോപ്പ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ഇംഗ്ലീഷ് ലീഗ് കപ്പിൽ ലിവർപൂൾ, ആഴ്സണൽ ടീമുകൾക്കും ഇന്ന് മത്സരമുണ്ട്.
സ്പാനിഷ് ലീഗിൽ അപാര ഫോമിലാണ് FC ബാഴ്സലോണ. 6-ൽ 6 മത്സരങ്ങളിലും ജയിച്ച 18 പോയിന്റോടെ ലീഗിൽ 1-ാം സ്ഥാനത്ത്. 22 ഗോളടിച്ചപ്പോൾ വഴങ്ങിയത് വെറും 5 എണ്ണം. ലീഗിലെ ഗോൾ വേട്ടക്കാരിൽ ആദ്യ 10-ൽ 4 ബാഴ്സ താരങ്ങളുണ്ട്. 6 ഗോളോടെ റോബർട്ട് ലെവൻഡോവ്സ്കി 1-ാമതും 5 ഗോളോടെ റഫീഞ്ഞ 2-ാം സ്ഥാനത്തും. 3 ഗോൾ വീതവുമായി ഡാനി ഓൾമോയും ലമീൻ യമാലുമുണ്ട് ലിസ്റ്റിൽ. ഇന്ന് സ്വന്തം മൈതാനത്ത് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഗെറ്റാഫിയെയും ഗോൾ മഴയിൽ മുക്കി 7-ാം ജയം നേടാമെന്ന പ്രതീക്ഷയിലാണ് കറ്റാലൻസ്. യൂറോപ്പ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഗ് ഫേസിലെ ആദ്യ മത്സരത്തിനിറങ്ങും. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഡച്ച് ക്ലബ്ബ് ട്വന്റെയാണ് എതിരാളികൾ. ഇംഗ്ലീഷ് ലീഗ് കപ്പിന്റെ 3-ാം റൗണ്ട് പോരാട്ടങ്ങളിൽ കരുത്തരായ ആഴ്സണലും ലിവർപൂളും ഇന്നിറങ്ങുന്നുണ്ട്. രാത്രി 12:15 നടക്കുന്ന കളിയിൽ ആഴ്സണലിന്റെ എതിരാളികൾ ബോൾട്ടനാണ്. ലിവർപൂൾ രാത്രി 12:30 വെസ്റ്റ് ഹാമിനെയും നേരിടും. സ്പോർട്സ് ഡെസ്ക് 24. മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം കടലുണ്ടിയിൽ നിന്ന് കാണാതായ 15-കാരനെ ഗോവയിൽ കണ്ടെത്തിയിട്ടും രക്ഷിതാക്കൾക്ക് വിട്ടു നൽകിയില്ല എന്ന പരാതി. പുതിയ CWC കമ്മിറ്റി നിലവിൽ വരാതെ കുട്ടിയെ വിട്ടു നൽകാനാകില്ല എന്നാണ് ഗോവയിലെ അധികൃതർ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത വന്നത്. ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തിയിട്ടും രക്ഷിതാക്കൾക്ക് വിടാൻ സമ്മതമായിട്ടില്ല. അതിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുന്നേ ഉള്ളൂ. കോടതിയെ സമീപിക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സമീർ ബിൻ കരീമാണ് ആ വാർത്ത ഇപ്പോൾ പങ്കുവച്ചത്. ഇനി നമുക്ക് മറ്റൊരു രസക്കാഴ്ചയിലേക്ക് പോകാം. അത് കോഴിക്കോട്ടേക്കാണ്. അവിടെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു മത്സരം, അത് വെറും മത്സരമല്ല, കാളപ്പൂട്ട് മത്സരമാണ്. അപ്പോൾ ആ മത്സരത്തിൻ്റെ ആവേശ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. കോഴിക്കോട് പെരുമണ്ണ മുല്ലമണ്ണ ഗ്രാമത്തിലാണ് ഈ മത്സരം നടന്നത്. മുല്ലമണ്ണ ജനകീയ കാളപ്പൂട്ട് കമ്മിറ്റിയാണ് മത്സരം നടത്തിയത്. ആവേശ കാഴ്ച നോക്കാം. വർഷത്തിലധികം പഴക്കമുണ്ട് ഈ കാളപ്പൂട്ട് മത്സരത്തിന്. കാർഷികോത്സവമായാണ് ഇത് നടത്തുന്നത്. പെരുമണ്ണ മുല്ലമണ്ണ 80 സെന്റ് കാളപ്പൂട്ട് കണ്ടം. കാഴ്ചക്കാർക്ക് ആവേശം നിറച്ച് കുതിച്ചോടിയത് 57 ജോഡി കാളകൾ. കൃഷി ഓരോ വർഷവും പുതിയതായിട്ട് ഇറക്കുന്ന സമയത്ത് അവർക്കുള്ള ഒരു കാർഷിക ഉത്സവമായിട്ടായിരുന്നു ഇത് നടത്തി പോരാറ്. ഇന്നും ആ രീതിയിൽ തന്നെ പുതിയ ഒരു തലമുറ ഇത് ഏറ്റെടുത്തുകൊണ്ട് നടക്കുകയാണ്. 5 റൗണ്ടുകളായിട്ടാണ് മത്സരം നടക്കുന്നത്. അതിൽ 2 റൗണ്ട് ട്രയൽ മത്സരവും അതിനുശേഷം 3 റൗണ്ട് കപ്പ് വെച്ചിട്ടുള്ള കൊമ്പ കുത്തിയിട്ടുള്ള മത്സരമാണ്. മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള സംഘമാണ് മത്സരിച്ചത്. കൈയടിച്ചും ആർത്തുവിളിച്ചും കാണികൾ. രസമുണ്ട്. പിന്നെ ഞങ്ങൾ കുറെ കാലമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാളനെ തന്നെ ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പോൾ കാളപ്പൂട്ടും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ജനകീയ കാളപ്പൂട്ട് കമ്മിറ്റിയാണ് മത്സരം നടത്തിയത്. വിജയികൾക്കായി ട്രോഫിയും ഒരുക്കിയിരുന്നു. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഇത്തരം മത്സരങ്ങൾ അതിപ്പോഴും നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു കൗതുകവും അത്ഭുതവും ഒക്കെ ഉണ്ട്. എന്തായാലും ആ നാട്ടുകാർക്കും ആ സംഘാടക സമിതിക്കും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. ഇനി നമ്മളേറെ കാത്തിരുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിശേഷത്തിലേക്കാണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഒരുങ്ങുകയാണ് കുട്ടനാട് പുന്നമടക്കായലിൽ. ഈ മാസം 28-ന് ശനിയാഴ്ചയാണ് വിശ്വപ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലമേള നടക്കുക. അപ്പോൾ എന്താണ് ഇതിപ്പോൾ പറയാൻ കാരണം എന്നല്ലേ? ഇപ്പോൾ ഓളപ്പരപ്പിലെ ആവേശ നിമിഷങ്ങൾ സ്വീകരണ മുറിയിലേക്ക് എത്തിക്കാൻ 24-ന്റെ അവതാരപ്പുലികൾ ഇത്തവണയും ഉണ്ടാകുമെന്ന കാര്യം പ്രേക്ഷകർക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ മേഘപാളികൾക്കിടയിലെ ക്യാമറകൾ, അത് എസ് വിജയകുമാറിന്റെ കഴിഞ്ഞ തവണത്തെ ഇടിവെട്ട് കമന്ററിയാണ്. അപ്പോൾ ആ ക്യാമറയും ഇടിവെട്ട് കമന്ററിയുമായി പ്രേക്ഷകരെ ആവേശ കൊടുമുടിയിൽ എത്തിക്കാൻ ഇത്തവണയും ടീം 24 തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് കുട്ടനാട്ടെയും ഇത്തവണത്തെയും പ്രതീക്ഷകൾ, ഒപ്പം ആവേശം എത്രമാത്രം ഉണ്ടാകുമെന്നും. പുന്നമടക്കായലിന്റെ ഓളപ്പരപ്പിലൂടെ ചുണ്ടൻ വള്ളങ്ങൾ ചീറിപ്പാഞ്ഞപ്പോൾ ടെലിവിഷനിൽ ആവേശത്തിര ഉണർത്തിയായിരുന്നു 24-ന്റെ വെടിക്കെട്ട് കമന്ററി. കയ്യും മെയ്യും പറന്ന് തുഴക്കാർ വിജയത്തേരിലേറാൻ കുതിക്കുന്ന കാഴ്ച SKNും വിജയകുമാറും ഹാഷ്മിയും അതേ ആവേശത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അപ്പൊ ഇതാണ് ഈ പുന്നമടയുടെ ആവേശം എന്ന് പ്രേക്ഷകർക്ക് അറിയാം.
നമ്മുടെ ദൃക്സാക്ഷി വിവരണത്തിന് വന്നാണെങ്കിലും നമ്മളും വള്ളംകളിയുടെ ഭാഗമായി. ഒരു ശക്തിക്കും തടുത്തു നിർത്താനാകാത്ത വിധം പുന്നമടയിലെ വള്ളപ്പോര് അവതാരപ്പുലികളെ ആവേശിച്ചപ്പോൾ 24-ന്റെ ഗോൾഡൻ സ്ക്രീനിലൂടെ പ്രേക്ഷകർ അതനുഭവിച്ചറിഞ്ഞു. മേഘക്കീറുകൾക്കിടയിലൂടെ നീങ്ങുന്ന ക്യാമറ ഓളപ്പരപ്പിലൂടെ പായുന്ന വള്ളങ്ങൾക്കൊപ്പം പറന്നപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളി ഭവനങ്ങളിൽ 24 ആവേശത്തിന്റെ വേലിയേറ്റം തീർത്തു. കിഴക്കിന്റെ വെനീസ് 70ാം നെഹ്റു ട്രോഫി വള്ളംകളിക്കൊരുങ്ങുമ്പോൾ തുഴകൾ വാരിയെറിഞ്ഞു നീങ്ങുന്ന വള്ളങ്ങളെ പിന്തുടരാൻ ആവേശകരമായ കമന്ററിയുമായി കേരളക്കരയെ പുളകം കൊള്ളിക്കാൻ അവർ വീണ്ടും വരികയാണ്. ഇഞ്ചോടിഞ്ച് ആവേശം നിറയ്ക്കുന്ന അത്ഭുത കാഴ്ചകൾക്കായി 24-നൊപ്പം ചേരാം. മേഘപാളികളിൽ മറഞ്ഞ് നമ്മുടെ ക്യാമറ പകർത്തിയ മനോഹരമായ ദൃശ്യം ഇപ്പോൾ കാണുന്നത് ശരവേഗത്തിൽ പാഞ്ഞ ഈ വള്ളങ്ങൾക്ക് മുന്നേ പാഞ്ഞ നമ്മുടെ ക്യാമറ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒപ്പത്തിനൊപ്പം റിസൾട്ട് ഡെസ്ക് 24. അപ്പോൾ ഇത്തവണയും അത് അടിപൊളിയായിരിക്കും. കാരണം വെച്ചാൽ അതിന് ഒരുക്കങ്ങൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ച ഈ പറയുന്ന ടീമുകളെല്ലാം SKN ഉണ്ട്, ഒപ്പം തന്നെ S വിജയകുമാർ ഉണ്ട്, ഹാഷ്മി താജ് ഇബ്രാഹിം ഉണ്ട്, ചില സർപ്രൈസുകൾ വേറെയും ഉണ്ട്. അപ്പോൾ കാണാൻ മറക്കണ്ട. ശനിയാഴ്ചയാണ് 28-ാം തീയതി ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ വലിയ ആവേശം. അതിന് ഒരുപാട് ഒരുക്കങ്ങൾ എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും 24 ഒരുക്കിയിട്ടുണ്ട് പ്രേക്ഷകർക്കായി. നമ്മളിനി പോകുന്നത് രസകരമായ റിപ്പോർട്ടിലേക്കാണ്. ഫഹദ് ഫാസിൽ നായകനായ ആവേശം സിനിമയുടെ അണിയടികൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ഇതിനിടയിലാണ് ഓണക്കാലത്ത് ഇല്ലുമിനാറ്റി എന്ന പാട്ട് പാടി ഒരു കൊച്ചുമെടുക്കൻ വൈറലായത്. ആ കുട്ടിത്താരത്തെ ഒടുവിൽ 24 കണ്ടെത്തിയിരിക്കുകയാണ്. ഇതാ നിങ്ങളുടെ സ്ക്രീനിലേക്ക് എത്തുന്നു. ഓണം ഉൾപ്പെടെയുള്ള ഉത്സവാഘോഷങ്ങൾ കഴിയുമ്പോൾ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ വൈറലാകുന്നതാണ് പതിവ് കാഴ്ച. ഇക്കുറി ഓണക്കാലത്തും അങ്ങനെ ഒരു വീഡിയോ വൈറലായി. ആ വീഡിയോയിലെ കുട്ടിത്താരമാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് ആ വീഡിയോ ആദ്യം കാണാം. നാളിന്നം മകരെ പൊമ്മകരെ മുത്തയവാൻ നിന്നും സൂര്യനും ചന്ദ്രൻ മുന്നയവാണ് കാലും കാട്ടുവച്ച രസകൻ സുമരകാനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ. തൃശൂർ പോർക്കളം സ്വദേശി 4.5 വയസ്സുള്ള ആദിനാഥാണ് ഓണക്കാലത്ത് വൈറലായ പാട്ടിലെ നായകൻ. നാട്ടുകാർ ഒത്തുകൂടി സംഘടിപ്പിച്ച ചെറിയ ഓണാഘോഷം. പോർക്കുളം കമ്മ്യൂണിറ്റി ഹാളാണ് വേദി. ഓണത്തിന് പാട്ടുപാടുമെന്ന് പറഞ്ഞു നടന്ന ആദിനാഥൻ എന്ന മണിക്കുട്ടൻ ആരുമറിയാതെ പേര് കൊടുത്തു. വേദിയിൽ പേര് വിളിച്ചതും ഒരു മടിയും കൂടാതെ പാടി. പാട്ടുകേട്ട് പ്രദേശവാസികൾ തന്നെ വീഡിയോ ചിത്രീകരിച്ചു. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ വൈറൽ. ഓണ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അവിടെ. അതിൽ കയറി പാടിയതാ. പാടുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. അവർ പറഞ്ഞപ്പോൾ കയറി പാടി. അനിയൻ വൈറലായതിന്റെ സന്തോഷത്തിലാണ് സഹോദരിമാർ. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പാടണം എന്നൊക്കെ പറഞ്ഞു. ഇവന്റെ പേര് വിളിച്ചപ്പോഴത്തേനും എവിടുന്ന് വന്ന ചാടി എന്ന് പറഞ്ഞ പോലെ സ്റ്റേജിലൊന്ന് പാടിയത്. സന്തോഷം പ്രതീക്ഷിച്ചില്ല. ഇന്നേക്കൊരു വർഷം മുമ്പാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മണികണ്ഠന്റെ അച്ഛൻ സുഗുണൻ മരിച്ചത്. അച്ഛന് നഷ്ടമായതിന്റെ തീരാനോവിനിടയിലും മണിക്കുട്ടനെ തേടിയെത്തിയ അംഗീകാരത്തിന്റെ സന്തോഷത്തിലാണ് കുടുംബം. ഒറ്റക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടിൽ നേടിത്തന്നു നമ്മുടെ ഗാന്ധിയപ്പൂപ്പ. തോൽക്കൈയോടെ മെമിക്കാനും തോക്കില്ലാതെ ജയിക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ലോ നമ്മുടെ ഗാന്ധിയപ്പൂപ്പ. തൃശ്ശൂരിൽ നിന്നും സൂരജ് ജി, 24. അപ്പോൾ കൊച്ചുമിടുക്കൻ ആദിക്കുട്ടൻ മണിക്കുട്ടൻ പൊളിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആവേശത്തിൻ്റെ ഇലുമിനാറ്റി സോങ്, ആവേശത്തിലെ ഇലുമിനാറ്റി സോങ് ആ രീതിയിൽ പഠിച്ചെടുക്കണം. അതും 4.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഗംഭീര കക്ഷിയാണെന്ന കാര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നുമില്ല. ഇനി ഒരു റിപ്പോർട്ടിലേക്ക് കൂടി. ശ്രീ ഗോകുലം സ്കൂളുകളുടെ വാർഷിക കലോത്സവമായ നവരസ 2024 കോഴിക്കോട് തുടക്കമായി. ശ്രീ ഗോകുലം ഗ്രൂപ്പിന്റെയും ഫ്ലവേഴ്സിന്റെയും ചെയർമാൻ ഗോകുലം ഗോപാലൻ, കോഴിക്കോട് MP MK രാഘവൻ എന്നിവർ ചേർന്ന് കലാമേളയ്ക്ക് തിരിതെളിയിച്ചു. കേരളം
തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നായി 1500-ലേറെ കലാപ്രതിഭകൾ. 5 വേദികളിലായി 100-ലധികം മത്സരങ്ങൾ. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമാമാങ്കത്തിനാണ് കോഴിക്കോട് കൊടിയേറിയത്. കുട്ടികളുടെ കലാവാസന പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കിയ ശ്രീഗോകുലം ഗ്രൂപ്പിനെ അഭിനന്ദിക്കുന്നതായി ഉദ്ഘാടന പ്രസംഗത്തിൽ എം കെ രാഘവൻ എം പി. ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കഠിനമായ പരിശ്രമത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിവിധ മേഖലകളിൽ തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ്. മത്സരമെന്നതിലുപരി കഴിവുകൾ തേച്ചുമിനുക്കാനുള്ള വേദിയാണ് നവരസയെന്ന് ഗോകുലം ഗോപാലൻ. നമ്മുടെ പ്രായോഗിക രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് വേണം. നമ്മുടെ കുട്ടികൾ ജനിക്കുമ്പോൾ പല കഴിവുകളോടാണ് ജനിക്കുന്നത്. ഏത് കഴിവാണെന്ന് നമുക്കറിയില്ല. പക്ഷെ വളർന്നു വരുന്നതോറും അവരുടെ കഴിവുകൾ പ്രകാശിക്കേണ്ടതാണ്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമ്പ്രദായമായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം. കോഴിക്കോട്ടെ മൺമറഞ്ഞ പ്രമുഖ സാഹിത്യകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു. സാഹിത്യകാരന്മാരുടെ മക്കൾ ആദരമേറ്റുവാങ്ങി. കോഴിക്കോട് നോർത്ത് MLA തോട്ടത്തിൽ രവീന്ദ്രൻ, ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് സ്കൂൾ വൈസ് ചെയർമാൻ VC പ്രവീൺ, ലിജിഷ പ്രവീൺ, ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് സ്കൂൾ ഡയറക്ടർ പ്രൊഫസർ സണ്ണി ഫ്രാൻസിസ്, 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നാളെ നടക്കുന്ന സമാപന പരിപാടിയിൽ ഷാഫി പറമ്പിൽ MP, നടൻ ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുക്കും. 24 കോഴിക്കോട്.